ഏയ്, ഇത് രാജകുമാരിയുടെ ശബ്ദമാണല്ലോ. രാജകുമാരി, എന്താ സംഭവിച്ചത്? രാജകുമാരി, ഈ രക്തം എവിടുന്നാ വരുന്നത്? രാജകുമാരി, രാജകുമാരി! നിങ്ങൾ നമ്മോട് ക്ഷമിക്കൂ. നിങ്ങളെ ഇപ്രകാരം കബളിപ്പിക്കുന്നതല്ലാതെ നമ്മുടെ പക്കൽ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. രാജകുമാരി എവിടെയാണെന്ന് പറഞ്ഞാലും. ഇത് രക്തമല്ലല്ലോ, മൈലാഞ്ചിയാണ്. ശരിയാ. ഇനി ഇളയമ്മയോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എന്തെങ്കിലും ഒരു മാർഗം നാം സ്വയം കണ്ടെത്തിയേ മതിയാകൂ. ഇത് അരുന്ധതിയുടേതാണല്ലോ. ഇന്നലെ അവൾ ഇതാണല്ലോ അണിഞ്ഞിരുന്നത്. ഇതിവിടെ എങ്ങനെയാണ് വന്നത്? അവളുടെ ആഭരണം ഇപ്രകാരം വീണുപോയിട്ടും അതവൾ അറിഞ്ഞിരുന്നില്ലെന്നോ? എന്താ, ഇതെന്തെങ്കിലും സൂചനയാണോ? അതിനർത്ഥം അരുന്ധതി ഈ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടെന്നല്ലേ? എന്നാൽ എവിടെയാണ്? നാം അവളെ കണ്ടെത്തിയേ മതിയാകൂ. നമ്മുടെ മനസ്സ് പറയുന്നുണ്ട് അരുന്ധതി ഈ കൊട്ടാരത്തിൽ തന്നെ എവിടെയോ ഉണ്ടെന്ന്. അവളെ കണ്ടുപിടിക്കുന്നത് വരേക്കും നമുക്ക് ശാന്തിയായിരിക്കാൻ സാധിക്കില്ല. ഇല്ലില്ല, ഇപ്രകാരം സാധ്യമല്ല. മുന്നോട്ട് പോകാൻ സാധ്യമല്ല. എത്ര സമയം മറ്റുള്ള ആളുകളുടെ കണ്ണിൽ പെടാതെ നമുക്ക് പോകാൻ സാധിക്കും? നാം ഏറെ അസ്വസ്ഥയായിരിക്കുന്നു. നാം ഏറെ അസ്വസ്ഥയാണ്. നാം ഇനി ശാന്തമായി ചിന്തിക്കേണ്ടതാണ്. ശാന്തമായി ചിന്തിക്കേണ്ടതാണ്. രൂപവതി, നീ ശാന്തമായി ചിന്തിക്കേണ്ടതാണ്. ശാന്തമായി ചിന്തിച്ച് വേണം ഇതിനുള്ള ഓരോ ഉത്തരവും കണ്ടെത്താൻ വേണ്ടിയിട്ട്. മിത്രമേ, നമ്മൾ എവിടെ എത്തിയെന്നൊന്ന് പറയാമോ? നാം എവിടേക്ക് പോകാൻ ആഗ്രഹിച്ചുവോ അവിടെ എത്തിച്ചേർന്നു. രൂപനഗരത്തിലെ ഭൂമിയിൽ ചുവടുവെക്കുന്നതിനു വേണ്ടി നമുക്ക് ഇങ്ങനെയൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇത് തീർച്ചയായിട്ടും കൊട്ടാരത്തിന്റെ മട്ടുപ്പാവായിരിക്കും. സത്യമാണ്. ആ സ്വർണവർണ്ണമുള്ള പ്രാണി നമ്മളെ ശരിയായ സ്ഥലത്താണ് എത്തിച്ചിരിക്കുന്നത്. അത് സത്യമല്ലേ? എന്നാൽ അഥവാ സ്വർണവർണ്ണമുള്ള പ്രാണി ആരെങ്കിലും കണ്ടാൽ
നമുക്ക് അരുന്ധതിയെ കണ്ടെത്താൻ പോയേ പറ്റൂ. അരുന്ധതിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു തവണ അവിടെ പോയി നോക്കട്ടെ. ചിലപ്പോ അവിടെ തന്നെ ഉണ്ടെങ്കിലോ? എന്നാൽ മാത്രമേ നമ്മൾ ഒരു വിധത്തിൽ പടയാളികളിൽ നിന്നും രക്ഷപ്പെട്ട് മട്ടുപ്പാവിൽ എത്തിച്ചേർന്നല്ലോ. ഇനി നമ്മൾ മഹാരാജാവിന്റെ അടുത്ത് എങ്ങനെയാണ് എത്തിച്ചേരുക? കൊട്ടാരത്തിനകത്ത് ധാരാളം കാവൽക്കാരുണ്ടാകില്ലേ? അതിനുള്ള പരിഹാരം നാം ചെയ്തിട്ടാണ് വന്നത്. ഇതെന്താണ് മിത്രമേ? എന്താണെന്ന് അറിയില്ലേ? നമ്മൾ വൈദ്യന്മാരാണ് അഭിരാജ്. നമ്മൾ ഇത് ഉപയോഗിച്ചാണ് വനത്തിലെ മൃഗങ്ങളെ കീഴ്പ്പെടുത്തുന്നത്. അപ്പോൾ ഇതുപയോഗിച്ചുകൊണ്ട് തന്നെ രൂപനഗരത്തിലെ വിഡ്ഢികളായ കാവൽക്കാരെയും കീഴ്പ്പെടുത്താൻ സാധിക്കില്ലേ? കൊള്ളാം, സമ്മതിച്ചു. ആ, നിന്റെ ബുദ്ധി അപാരം തന്നെ. നിന്റെ ബുദ്ധിക്ക് തുല്യം നിൽക്കാൻ ആർക്കും സാധിക്കില്ല. കൊള്ളാം, നിനക്കിത് നന്നായി ചേരുന്നുണ്ട്. അഭിരാജ്, ഇവിടേക്ക് ആരോ വരുന്നുണ്ടെന്ന് പോലെ തോന്നുന്നു. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എന്താ നിങ്ങൾ ഇവിടെ കണ്ടില്ലല്ലോ? എവിടെ പോയതായിരുന്നു? പറയൂ. ഞങ്ങൾ എങ്ങനെ കാണും മഹാറാണി? രാജകുമാരി സ്നാനഗ്രഹത്തിന്റെ കവാടം അകത്തുനിന്ന് ബന്ധിച്ചിരിക്കുകയാണ്. എത്ര തവണ നാം കുമാരിക്ക് പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ടും ഇപ്രകാരം ഒരു ആപത്ത് വന്നു ചേർന്നല്ലോ. ഇല്ല, നമുക്കിപ്പോൾ പോയേ മതിയാകൂ. എത്രയും വേഗം രൂപവതിയെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരണം.